ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി കോട്ടേജ് സ്റ്റൈലുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം നമുക്ക് വേണ്ട 2 കിലോ ചിക്കൻ. 2 കിലോ വേണമെന്നുള്ളത് ഞാൻ എൻ്റെ വീട്ടിലെടുത്തതിൻ്റെ അളവാണ് പറഞ്ഞത്. നിങ്ങൾ എത്രയാണോ അത്രയും ചിക്കൻ എടുക്കുക. നന്നായി കഴുകണം, നന്നായി കഴുകി ഉപ്പിടണം. ചിക്കൻ ഉളുമ്പുണ്ട്, ഉളുമ്പിൻ്റെ ഒരു ചുവയുണ്ട്. നന്നായി ഉപ്പിട്ട് കഴുകണം. ഉപ്പിട്ട് എത്രയോ പ്രാവശ്യം കഴുകുക അത്രയും പ്രാവശ്യം കഴുകി. ഞാനൊരു 5-6 പ്രാവശ്യം കഴുകി. പിന്നെ ഒരു പാത്രം എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മസാലപ്പൊടി, ചിക്കൻ്റെ മസാലപ്പൊടി ഏത് ബ്രാൻഡാണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മഞ്ഞൾപ്പൊടി ഇതിവിടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഗരം മസാല, അത് കടയിൽ നിന്ന് വാങ്ങി വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചതാണ്. പിന്നെ ഇത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും മസാലപ്പൊടി കണ്ട് നിങ്ങളൊന്നും ഓർക്കണ്ട. നമ്മൾ ഇനി സവോള ഒക്കെ വഴട്ടുമ്പം അതിനകത്ത് നമ്മൾ വേറെ മസാലപ്പൊടി എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്നും ചിക്കനിലെ എരിവും ഇതൊക്കെ ഒന്ന് പിടിക്കാൻ, ഉപ്പും ഒക്കെ പിടിക്കാനായിട്ടാണ് ഉപ്പിട്ടു കേട്ടോ. പറയാൻ മറന്നുപോയി, ഉപ്പിട്ടു. എല്ലാം നന്നായിട്ട് ഒന്ന് പിടിക്കുന്ന രീതിക്ക് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാ വെച്ചാൽ ഈ അരപ്പ് ചേർക്കുന്ന സമയത്ത് ഒരുപാട് മസാല ആക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ രീതിക്കനുസരിച്ച് നിങ്ങൾ ചെയ്തോ കേട്ടോ. ഞാനിങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാം തേണ്ട ഒന്ന് റെഡിയാക്കി വെച്ചു. ഒരു അരമണിക്കൂർ മാറ്റി വെച്ചേ. ആ സമയം കൊണ്ട് നമുക്ക് പാത്രം എടുത്തു. ഒരു ചിക്കൻ കറി വെക്കുന്ന പാത്രം കേട്ടോ. ഞാനിതാ 2 കിലോ ചിക്കൻ വെക്കുന്ന പാത്രം. നമ്മൾ ഓയിൽ ഒഴിച്ചു. ഓയിൽ നന്നായി ചൂടാവട്ടെ. ഓയിൽ നന്നായി ചൂടായി വരുന്നുണ്ട്. ചിക്കൻ നമ്മൾ എടുത്തു വെച്ച ചിക്കൻ മുഴുവനും നമ്മൾ ഈ ഓയിലിൽ, ശകലം ഓയിൽ മതി, വെണ്ണയിൽ വറുത്ത് കോരണം എന്നൊന്നും ഞാൻ പറയില്ല. ശകലം ഓയിലിൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ പറഞ്ഞത് വറക്കുമല്ല നമ്മൾ ചെയ്യുന്നത്. ഈ ഇതിലിരുന്ന് ആവിയിലിരുന്ന് ചിക്കൻ ഒരു സൈഡിലിരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് സവോള, ഞാനിവിടെ 5 സവോള, ഒരു വെളുത്തുള്ളി, ശകലം ഇഞ്ചി, 3 പച്ചമുളക്, അരമുറി തേങ്ങയൊന്നും വേണ്ട, ഞാൻ കാണിക്കാനായിട്ട് എടുത്തതാണ്. സവോളയൊക്കെ അരിഞ്ഞു. കറിവേപ്പില, ഇങ്ങനെ തേങ്ങാക്കൊത്ത് ഇവിടെ വേണം കേട്ടോ, അതുകൊണ്ടാണ് തേങ്ങാക്കൊത്ത് ഞാൻ എടുത്തത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ മിക്സിയിൽ അരച്ച് വെച്ചത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ആ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് നന്നായി വഴറ്റി നന്നായി എത്രത്തോളം സവോള വഴണ്ട് കിട്ടുന്നു അത്രത്തോളം ചിക്കൻ കറി ടേസ്റ്റ് കൂടും. ഇപ്പം എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് കടുകിടാം. കടുകിട്ടു. കടുക് നന്നായി ഒന്നും പൊട്ടട്ടെ. കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച സവോള, കറിവേപ്പില ഇടണം കേട്ടോ. നല്ല കറിക്കൊക്കെ ഒരു മണവും ഒക്കെ കറിവേപ്പില ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്കുണ്ട്, നമ്മുടെ തൊടിയിലുണ്ടായതുകൊണ്ട് നമ്മൾ കറിവേപ്പില പറിച്ചതാണ്. ഇനി സവോള കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് വഴണ്ടട്ടെ. അതേ സവോള നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി നന്നായിട്ടല്ല, എന്നാലും ആവശ്യത്തിന് നന്നായിട്ട് വരണ്ട സമയം കൊണ്ട് നമ്മൾ അരച്ച് ചെറുതായിട്ട് അന്ന് അരഞ്ഞിട്ടുണ്ട്. അരച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇതിനകത്ത് തന്നെ ഇപ്പോഴാണ് ഇടുന്നത്. തേങ്ങാക്കൊത്തും ഇട്ട് ഇനിയും നന്നായിട്ട് ഇതെല്ലാം കൂടെ യോജിച്ച് വരുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം യോജിച്ച് വന്നു. ഈ സമയത്ത് നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്രയും നിങ്ങൾ ഇട്ടോളൂ. പിന്നെ മുളക് പൊടി എനിക്ക് അളവറിയത്തില്ല, കാരണം ഇവിടെ എല്ലാവർക്കും മുളക് വേണം. അതും നമ്മുടെ കോട്ടയംകാർക്ക് എന്നാന്ന് വെച്ചാൽ ഈ മുളക് പൊടി എരിവുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ ഇഷ്ടമാണ്, നമ്മൾ കോട്ടയംകാരായതുകൊണ്ട് പ്രത്യേകിച്ചും. പിന്നെ ഗരം മസാല കേട്ടോ, മഞ്ഞൾപ്പൊടി ഇട്ടു. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് നന്നായിട്ട് ഇതാവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഒരു വശത്താവുന്നുണ്ട് കേട്ടോ. ഏകദേശം ചിക്കൻ വെന്തു. ഇനി നമ്മൾ ഈ വഴട്ടിയെടുത്ത മസാലയൊക്കെ മൂപ്പിച്ച് ചേർത്ത സവോള, ഈ ഗ്രേവി ഇത് നമുക്ക് ചിക്കനിലോട്ട് തട്ടിയിടാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. പിന്നെ ഇത് ചിക്കൻ്റെ വെള്ളമാണ്, നിങ്ങൾ കണ്ടല്ലോ, ഞാനൊരു ശകല വെണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി ചിക്കനിൽ നിന്നിറങ്ങിയ വെള്ളമാണ്. ഇത് കൂടാതെ ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ചിക്കൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അത് കാണിക്കാൻ പറ്റിയില്ല.
എല്ലാം കൂടി ഉപ്പ് നോക്കണേ. ഇതിനകത്ത് ഇടുന്നുണ്ട് ഞാൻ, ഉപ്പ് പോരായിരുന്നല്ലോ. അപ്പോൾ ഈ കറിക്കകത്ത് ഉപ്പിടുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ഇവിടെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി ആയിരുന്നു രാവിലെ, ചപ്പാത്തിയുടെ ചിക്കൻ കറി കൂട്ടി കഴിച്ചു.